എന്താണ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്? ഇവ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ ഇനീഷ്യൽ പോയിൻ്റാണ് ഞാനിവിടെ ഐ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്, ഫൈനൽ പോയിൻ്റാണ് എഫ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനീഷ്യൽ പോയിൻ്റിൽ നിന്നും ഫൈനൽ പോയിൻ്റിലോട്ടുള്ള പാത്തിനെ, അവിടേക്ക് വരുന്ന വഴിയാണ് എന്ത് പറയുന്നത്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനീഷ്യൽ പോയിന്റിൽ നിന്നും ഫൈനൽ പോയിന്റിലോട്ട് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് പാത്തായിരിക്കും. ഇനീഷ്യൽ പോയിന്റിൽ നിന്നും ഫൈനൽ പോയിന്റിലേക്ക് എത്താനുള്ള ഷോർട്ടസ്റ്റ് പാത്തായിരിക്കും എന്ത്, ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി കാണുമല്ലോ. ഡിസ്റ്റൻസ് ഈസ് ദ ലെങ്ത് ഓഫ് പാത്ത് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ്. അതായത് 2 പോയിൻറ്റുകൾ തമ്മിലുള്ള ദൂരത്തിനെയാണ് എന്ത് പറയുക, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ്, ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ പോയിൻറ്റ് ആൻഡ് ഫൈനൽ പോയിൻറ്റ്. അതായത് ഇനീഷ്യൽ പോയിൻറ്റിൽ നിന്നും, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിൻറ്റിൽ നിന്നും ഫൈനൽ പോയിൻറ്റിലോട്ട്, നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന പോയിൻറ്റിലോട്ട് വരയ്ക്കുന്ന നേർരേഖ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിനെയാണ് എന്ത് പറയുക, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കെലാർ ക്വാണ്ടിറ്റിയും ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയുമാണ്. എന്താണ് സ്കെലാർ ക്വാണ്ടിറ്റി? സ്കെലാർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രം, ഒരളവ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. എന്നാൽ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു അളവും അതിൻ്റെ ദിശയും നമുക്ക് പ്രാധാന്യമുള്ളതായിരിക്കും. അളവും ദിശയും ആർക്കുണ്ടായിരിക്കും, ഡിസ്പ്ലേസ്മെൻറ്റിനുണ്ടായിരിക്കും. ഡിസ്റ്റൻസിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ.